സമുദ്രങ്ങളും ജലാശയങ്ങളും തടാകങ്ങളും കുന്നുകളും മലകളും കടലുകളുമുള്ള ഒരു ലോകത്തേക്ക് നീ വരും കേട്ടോ എന്നാ കുട്ടിയോട് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കാണാത്തൊരു ലോകം എന്തിനാ വെറുതെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ബോധി വെപ്പിക്കുന്നത് ചോദിച്ചാൽ, അതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആഖിറത്തിന്റെ വിഷയം പറയുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഉമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോടെ ഇവിടെ ഭൂമിന്റെ മോനെ നിനക്ക് പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും, വെറുതെ ഞാനിവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എന്തിനാ അതൊക്കെ അല്ല മോനെ, നിന്റെ കൈയൊക്കെ നിനക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടപ്പോ ഇങ്ങനെയല്ലേ ഇരിക്കണത്, കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് നിനക്ക് ഒരു പക്ഷെ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചെയ്ത് നീന്തി തുടിക്കാൻ പറ്റുന്ന കുളങ്ങള്, പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം, ഫുട്ബോൾ കോർട്ടുകള്, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ കോർട്ടുകള്, എന്തൊക്കെ കളറുകളും നിറങ്ങളുമുള്ള കുന്നുകളും മലകളും സമുദ്രങ്ങളും ജലാശയങ്ങളും തടാകങ്ങളും കടലുകളുമുള്ള ഒരു ലോകത്തേക്ക് നീ വരും കേട്ടോ എന്നാ കുട്ടിയോട് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കാണാത്തൊരു ലോകം എന്തിനാ വെറുതെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ബോധി വെപ്പിക്കുന്നത് ചോദിച്ചാൽ, അതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആഖിറത്തിന്റെ വിഷയം പറയുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴേ അതൊക്കെ ഉണ്ടോ? ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് തോന്നിയത് അതായിരിക്കണം, ഇനി വലിയൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ജനിച്ചു വീണപ്പോ എന്നാ പിന്നെ ഇനി ഉമ്മയുടെ വയറ്റിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? പറ്റില്ല. എന്ന പോലെ ആഖിറത്തിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ ഒരിക്കലും എനിക്കൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുക പോലുമില്ലെന്നാണ്. ഇതുപോലെ just like a baby wouldn't want to go back into the womb of a mother, അതുപോലെയാണ് ഈ ലോകവും നാളത്തെ പരലോകവും.